അടച്ചു വെച്ചിരുന്ന പാത്രത്തിൽ ഓർത്തില്ല, കയറി അങ്ങ് പിടിച്ച്. ഓ, നീറ്റിൽ സഹിക്കാൻ വയ്യേ. ഓ അമ്മോ, ഞാൻ പലപ്പോഴും പറയുന്നതാണ്, നമ്മുടെ വൂണ്ട് ഹീലിംഗ് ക്രീം പൊള്ളലിന് ബെസ്റ്റാണെന്ന്. ആദ്യമായിട്ടാണ് ഞാൻ പൊള്ളി ഇടുന്നത്. മുറിവിനൊക്കെ ഇട്ടു. എൻ്റെ അമ്മേ, എന്തോ നീറ്റല. അയ്യോ, എൻ്റെ ഈശ്വേ, അന്യായ നീറ്റല്. കയറി എല്ലാ വിരളും കൊണ്ടങ്ങ് പിടിച്ചേ. ഓ, ഇതിനകത്തൊന്നും പിടിച്ചില്ല, പക്ഷെ ആ വേദന ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്നു. ഓ, നീറ്റൽ സഹിക്കാൻ വയ്യ എനിക്ക്, അതാ കുറച്ചുകൂടി ഇടുന്നേ. ഓഹ്, എന്തോ വന്ന അടപ്പങ്ങോട്ട് എടുത്ത് മാറ്റിയതേ ഉള്ളേ. പല ചിന്തകളോടൊക്കെ നിൽക്കുന്നേ, അതാണ് പ്രശ്നം. അമ്മ എപ്പോഴും പറയും, അടുക്കളയിൽ നിൽക്കുമ്പം പല ചിന്തകളോടൊന്നും ചെയ്യരുത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇപ്പോഴത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ഒരേ സമയം 100 കാര്യങ്ങളാണ് ചെയ്യുന്നത്. പല ചിന്തകളാണ് മനസ്സിൽ കൂടെ പോകുന്നത്. എന്നാൽ ചിന്തിച്ചിട്ട് വല്ല അന്തമുണ്ടോ? അതുമില്ല. പണ്ടുള്ളവർ പറയും, ചിന്തിച്ചിട്ട് അന്തം ഉണ്ടാവില്ല, ചിന്തിക്കാതിരുന്നിട്ടൊരു കുന്തവും ഇല്ലെന്ന്. അല്ല, ചിന്തിച്ചിട്ടൊരു അന്തവും ഇല്ല, ചിന്തിക്കാതിരുന്നിട്ടൊരു കുന്തവും ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനെന്ന് പറയുന്നത്, ഒരു നിമിഷം നിൽക്കുമ്പോൾ 100 കൂട്ടം ചിന്തകളാണ്, കാര്യങ്ങളാണ് തലയിൽ കൂടെ. നല്ല സൂപ്പറായിട്ട് ഇന്നലെ കൈ പൊള്ളിയായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും ദിവസം ഞാൻ പല വീഡിയോയിലും ഞാൻ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റുകളിൽ വൂണ്ട് ഹീലിംഗ് ക്രീം എന്നും പറഞ്ഞൊരെണ്ണമുണ്ട്. പൊള്ളലിനും കുഴിനഖത്തിനും ചൊറിഞ്ഞു പൊട്ടുന്നതിന് മുറിവിന് ഡയബറ്റിക്കുകാർക്ക് പോലും ചൊറിഞ്ഞു പൊട്ടുന്നത് മുറിവൊക്കെ കരിയാൻ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ പ്രാക്ടിക്കലി ചൊറിഞ്ഞു പൊട്ടുന്നതിന് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. പക്ഷേ ഇന്നലെ സൂക്ഷം പോലെ കൈ നല്ല രീതിയിൽ പൊള്ളി. ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും നാളും പറഞ്ഞറിവല്ലേ ഉള്ളായിരുന്നു. അപ്പോൾ അത് കാണിച്ചുകൊണ്ട് ലൈവായിട്ട് ഞാൻ കേക്കിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കൈ പൊള്ളിയത്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അതിൻ്റെ ആ തീവ്രത ഉണ്ടായിരുന്നെന്ന്. ഇപ്പോഴും നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാമായിരിക്കും. ഇവിടുന്ന് ഇങ്ങനെ ഇത്രയും കേക്ക് ഉണ്ടാക്കിയപ്പോൾ അടപ്പ് കൈ കൊണ്ട് ഓർത്തില്ല, അങ്ങ് പിടിച്ചു. ഇവിടുന്ന് ഇങ്ങനെ ഇത്രയും, ഇവിടുന്ന് ഇങ്ങനെ ഇത്രയും, ഈ മൂന്ന് വിരൽ ഇപ്പോഴും ഒരു ചെറിയ പാട് പോലെ ഇല്ല എങ്കിലും എന്താണ്, ഒരു തരിപ്പ് പോലുണ്ട്. ദണ്ട് ഇവിടെ വെക്കുന്ന ഒരു തഴമ്പ് പോലുണ്ട്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. ഞാൻ ഇത് പറയാൻ കാര്യം, ഇന്നലെ രാത്രി സംഭവിച്ചതാണ്. ഭയങ്കരമായിട്ടുള്ള പൊള്ളലായിരുന്നു. സാധാരണ വേറെ എന്തെങ്കിലും ഇട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. രാത്രി വേദന കാരണം ഉറങ്ങാൻ പറ്റില്ല. മരുന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റോളം നീറ്റാൻ എനിക്ക് സഹിക്കാൻ വയ്യായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കണ്ടില്ലേ, ഇച്ചിരിയെങ്കിലും സീരിയസ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഞെക്കാനൊന്നും പറ്റില്ല നമുക്ക്. കണ്ടോ, അതിൻ്റെ പാട് പോലും കാണാനില്ല. അപ്പോൾ ഇതാ ഇന്ന് ഈ കൈവച്ചാണ് ഞാൻ ഈ ചിരണ്ടാൻ പോകുന്നതും ജോലിയെല്ലാം ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ എന്താണ്, നമ്മുടെ ഓയിൻമെൻറ്റിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്നൊന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതേ. ഞാൻ പറഞ്ഞില്ലേ, പലരും എനിക്ക് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങളുടെ കൈ പൊള്ളിയായിരുന്നു, കുഞ്ഞുങ്ങൾ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുമായിരുന്നു, കറണ്ടില്ലാഞ്ഞപ്പം പ്ലാസ്റ്റിക് കിടന്നത് എടുത്ത് ഉരുക്കി കയ്യിൽ ഉരുക്കി വീണു, ഭയങ്കര നിലവിളിയായിരുന്നു, ഇത് തേച്ചു 10 മിനിറ്റിനകം കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്നു എന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. വണ്ടിയുടെ സൈലൻസർ കൊണ്ട് കാല് പൊള്ളി എല്ല് വരെ കാണാൻ പറ്റുന്ന രീതിയിലായത് നേരെയായെന്ന് എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്തത് കേട്ടോ. ഇപ്പോഴും ഇതിന് ഉള്ളിലോട്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ചെറിയ ഒരു തരിപ്പും വേദനയും ഉണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ദണ്ട് ഇവിടെയൊക്കെ, അതുപോലെ ഇവിടെ നല്ലൊരു തരിപ്പും വേദനയുണ്ട്. പക്ഷേ നമുക്ക് ജോലി ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. മരുന്ന് പുരട്ടി ഒരു 20 മിനിറ്റ് വരെ ഭയങ്കര സഹിക്കാൻ പറ്റുന്ന വേദനയായിരുന്നു. അതിനുശേഷവും അതിൻ്റെ മുകളിൽ അതുപോലെ തന്നെ ഞാനൊരു 2-3 പ്രാവശ്യം അപ്ലൈ ചെയ്തായിരുന്നു കേട്ടോ. രാത്രി കിടക്കുന്നതിന് മുമ്പും അതിൻ്റെ മുകളിൽ വീണ്ടും ഞാനത് പുരട്ടിയ ശേഷമാണ് കിടന്നത്. കുറേ കഴിയുമ്പോൾ നല്ലതുപോലെ അങ്ങ് പിടിക്കും ഈ ഓയിൻമെൻറ്റേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ജോലി കഴിഞ്ഞു, കറിയൊക്കെ വെച്ചു. അപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ കയ്യിലോട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്യുവാണേ. കാരണം ഉള്ളിലോട്ട്
എടുക്കുമ്പോൾ ചെറിയ വേദനയുണ്ട്. പക്ഷെ ഇത്രയും വലിയ പൊള്ളലായിട്ടും ഒറ്റ ദിവസം കൊണ്ട് തന്നെ, ഒരു രാത്രി കൊണ്ട് തന്നെ ഇത്രയും അതായത് മൊത്തത്തിൽ മാറി എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ലേ. വേറെ എന്ത് പുരട്ടിയാലും ഇത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് പൊള്ളലായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയിലാണ് ഇത് പറ്റിയത്. ഇന്നൊരു ദിവസം കൊണ്ട് എനിക്ക് അടുക്കളപ്പണി ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും അരിയാനും എല്ലാം ചെയ്യാനും ഞാനത് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിശദമായിട്ട്. അപ്പോൾ ഇന്നിതാ രാവിലെ തന്നെ ഒരു വ്ളോഗ് തുടങ്ങിയപ്പം നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയില്ലായിരുന്നു ഇന്ന് എനിക്ക് അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. സത്യം പറഞ്ഞാൽ അടപ്പിനകത്ത് പിടിച്ചപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ തൊലിയൊക്കെ അതിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുവാണെന്ന്. അതുപോലായിരുന്നു. രാത്രിയിലും ഇടയ്ക്ക് ഉണരുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ആക്കി നോക്കുന്നുണ്ടായിരുന്നു, തൊലിയും കാണാൻ പോയിട്ടുണ്ടോ, കുമിളിച്ചിട്ടുണ്ടോ എന്നൊക്കെ. ഇതിപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതങ്ങ് ഒട്ടിപ്പിടിക്കുന്നത് പോലെ ആവും, മെഴുകു പോലെ. ഇപ്പോഴത്തെ ഈ ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വീട്ടിലും ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വേണ്ട ഒരു സംഭവമാണിത്. കൊച്ചുകുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ തീർച്ചയായിട്ടും മേടിച്ച് വെച്ചിരിക്കണം. അവർ തീക്കാത്തങ്ങാണം കളിക്കുമോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ ഒക്കെ നോക്കിക്കേ. എൻ്റെ കൈ കണ്ടിട്ട് എനിക്ക് തന്നെ അതിശയമാണ്. ഒരിത്തിരി പാടാവട്ടെ, കുമിളിപ്പാവട്ടെ, വേദനയാവട്ടെ, ഒന്നുമില്ല. ഞാൻ അനുഭവിച്ചൊരു അരമണിക്കൂറോളം വേദന കാരണം. അപ്പോൾ എന്താണ്, ലൈവായിട്ടൊരു എക്സാമ്പിൾ സഹിതം ഈ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റി.